അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ഒരു ഓപ്പൺ ഏരിയയാണിത്. ഇതെല്ലാം കോട്ടയുടെ ഭാഗമാണ്. ഇതാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റ്. അപ്പോൾ അതെ ക്ഷേത്രത്തിൽ ദർശനത്തിനൊക്കെയുള്ള ആളുകൾ മുകളിലേക്ക് പോകുന്നത് കാണാം. അതുവഴി കയറിയാൽ നമുക്ക് ഈ ഒരു ഗസീബോ പോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാളിലേക്ക് എത്താൻ പറ്റും. ആ ഒരു ഹാള്, അവിടെ ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാം. അതിന് ശേഷമുള്ള യാത്രയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ ക്ഷേത്രവും ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലും നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ കയറി ദർശനം നടത്താനും സഞ്ചരിക്കാനും ഇവിടെ അതിൻ്റെ അകത്ത് ഷോപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ട ആ ഒരു വാതിൽ വഴി താഴോട്ട് പോകാം. അപ്പോൾ ഇവിടെ ധാരാളം വാതിലുകളുണ്ട് വെളിയിലേക്ക് പോകാനുള്ളത്. അപ്പോഴത്തെ ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. അപ്പം നമ്മൾ ഈ പാലസിന് പുറകിലേക്ക് വരുമ്പോൾ കാണുന്നത് ആ കോട്ടയുടെ ഭാഗം, ആ മലയുടെ മുകളിലൂടെ പോകുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കോട്ട, അമർ പാലസും അമർ കോട്ടയുമാണിത്. നമ്മൾ ഇന്നലെ പോയ കോട്ടയാണ് അതേ ആ കാണുന്നത്. അപ്പോൾ 3-4 കോട്ടകളാണ് ഈ ഒരു പ്രദേശത്തെ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഇറങ്ങി ആ മലയെ ഇറങ്ങി അടുത്ത മലയിലെത്തി. അങ്ങനെയാണ് ഈ കോട്ടയുടെ എല്ലാം ഒരു യാത്ര. ധാരാളം ക്ഷേത്രങ്ങൾ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. ആ കാണുന്നതെല്ലാം ഇവിടേക്കെല്ലാം പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. താഴെക്കൂടെ പോകാനുള്ള വഴികളും പാർക്കിംഗ് ഏരിയയും ഒക്കെ കാണാം. ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളുടെ വണ്ടികളാണിത്. ഇതുവഴിയും ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാം. അപ്പോൾ ശരി, നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കണ്ട് പതിയെ താഴേക്ക് പോവുകയാണ്. സമയം വളരെ കുറവായതിനാലും നമ്മുടെ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലും നമ്മൾ പതിയെ മുൻപോട്ടുള്ള യാത്ര തുടരുകയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.